പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ ഒരു സംഭവം നിങ്ങളോട് എങ്ങനെ പറയണമെന്നറിയില്ല. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ചിലപ്പോൾ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കരുതും ഇതേ അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കും തോന്നാം. നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ ഭാര്യ അടിച്ചു പുറത്താക്കിയ ഒരു ഭർത്താവിൻ്റെ കഥ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദമ്പതികളുടെ കഥയാണ്. നിങ്ങൾ കരുതും സ്ത്രീകൾക്ക് മാത്രമാണ് വിവാഹശേഷം ഭർത്തൃ വീട്ടിൽ പീഡനം ഉണ്ടാവുകയുള്ളൂ. അത് ചില സ്ഥലങ്ങളിൽ നേരെ തലതിരിച്ചുമാണ്. ഭർത്താവിന് ഭാര്യ വീട്ടിലും പീഡനമുള്ള നാടുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാറ് കുറവാണ്. കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കഴിയാറ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അവരുടെ ഉമ്മയും ബാപ്പയും അവരുടെ കൂടെയാണ് അവർ താമസിക്കുന്നത്. പിന്നെ പുതിയ വ്യാപ്പിളയാണ് പുറത്തുള്ള ആൾ. മറ്റു ചില നാടുകളിലൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാറാണ് പതിവ്. വേറൊരു വീട്ടിലേക്ക്, ചെറുക്കൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവിടുത്തെ ആ ചുറ്റുപാടുമായി ആ പെൺകുട്ടിക്ക് യോജിക്കാതെ വരുമ്പോഴാണ് എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ്. ജീവിതത്തിനോടുള്ള സമീപനം, ആ ഒരു ഭയം, അത് കാരണം പെട്ടെന്ന് തന്നെ അവർ ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരുപാട് പുരുഷന്മാർ ആത്മഹത്യ ചെയ്യണമായിരുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന അതേ അവസ്ഥ തന്നെയാണ് പുരുഷന്മാർ ഭാര്യ വീട്ടിൽ നിൽക്കുമുണ്ടാകുന്ന ഒരവസ്ഥ. പക്ഷേ പുരുഷന്മാർക്ക് കുറച്ച് മനക്കട്ടിയുള്ളത് കൊണ്ട് അത് പിടിച്ചു നിൽക്കും. മനക്കട്ടിയൊന്നുമില്ലാത്ത വളരെ സാധുവായ ചുരുക്കം ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നല്ല, ചുരുക്കം ചിലരൊക്കെ ഈ ഒരു പീഡനം കാരണം ആത്മഹത്യ ചെയ്യാറുണ്ട്. പക്ഷേ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് മുതിരുന്നത്. ഞാനിത് പറയാനുള്ള കാരണം ഷഹാന എന്നല്ലേ പേര്. ഷഹാനക്ക് ഉണ്ടായത് എന്താണ്? ഭർത്തൃ വീട്ടിലുണ്ടായ പീഡനം, അപമാനം, ഇതൊന്നും സഹിക്കാനും പൊറുക്കാനുമുള്ള സഹനശേഷിയില്ലാത്ത പാവം കുട്ടിയായിരുന്നത്. അതാണ് നീ കറുത്തവളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ച് ആത്മഹത്യക്ക് മുതിരുന്നത്. അതിനോട് നേരിടാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യക്ക് മുതിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പുരുഷന്മാര് ആത്മഹത്യ ചെയ്യണം? സ്ത്രീകൾക്കുണ്ടാകുന്ന അതേ മനോവിഷമം പുരുഷന്മാർക്കുമുണ്ട്. ഞാൻ പുരുഷന്മാരുടെ ഭാഗത്തു കൂടി പറയുന്നതല്ല, ഇത് പറയാനുള്ള ഒരു കാരണമുള്ളത് കൊണ്ട് പറയുന്നതാണ്. ചില നാടുകളിൽ സ്ത്രീകൾക്കാണെങ്കിൽ ചില നാടുകളിൽ പുരുഷന്മാർക്കുമാണ്. പക്ഷേ പുരുഷന്മാർ അതിനൊക്കെ തരണം ചെയ്ത് വിഷമങ്ങളൊക്കെ മനസ്സിലൊതുക്കി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ചിലർ മാത്രമേ പരാജയപ്പെടുന്നുള്ളൂ. പരാജയപ്പെടുന്നില്ല എന്ന് പറയുന്നില്ല. കുറച്ചൊക്കെ ആണുങ്ങൾ ഇവിടുന്ന് ആത്മഹത്യ ചെയ്യാറുണ്ട്, മനോവിഷമം കാരണം. അത് അവർക്ക് ജീവിതത്തിനോടുള്ള ഒരു പേടിയാണ്, ഭയം. ആത്മഹത്യ എന്നത് പാപമാണ്, കടുത്ത ഹറാമുമാണ്. അതിന് പ്രേരണ ഉണ്ടാക്കുന്നവർക്കും അതേ ശിക്ഷയാണ്, കടുത്ത ശിക്ഷയാണ് പടച്ചറബിൽ നിന്നുണ്ടാവുക. പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ, ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ഇവിടെ എന്ന് വെച്ചാൽ പെണ്ണിനനുസരിച്ചുള്ള ജീവിതമാണ്. അവർക്കനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭർത്താവിനോട് ഇറങ്ങടാ പുറത്ത് എന്ന് പറയും. അത് എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല പറയുന്നത്. അതിനാണ് സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരെ മക്കൾക്ക് കണ്ടെത്തി കൊടുക്കണമെന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൊണ്ട് അവർ മനസ്സിലാക്കിയ ഇയാളുടെ അടുത്ത് ഒന്നുമില്ല, ഞാൻ വിചാരിച്ച ജീവിതമൊന്നല്ല ഇയാളുടെ അടുത്തുള്ളത്. ഇയാൾക്കൊരു ബൈക്കില്ല, ഇയാൾക്കൊരു കാറില്ല, ഇയാളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഇറങ്ങടാ പുറത്ത്. അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ എപ്പോഴേ പുറത്താക്കേണ്ടതായിരുന്നു. വളരെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ഞാനൊക്കെ ജീവിക്കുന്നത്, അതിലെൻ്റെ ഭാര്യ തൃപ്തിയുമാണ്. ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടുമില്ല. നമ്മൾ ജീവിക്കുന്നത് വലിയ ആർഭാടമുള്ള ജീവിതവുമല്ല. അതിനാണ് സ്വാലിഹത്തായ പെണ്ണിനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല സ്വാലിഹത്തായ മക്കളെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഒരു ഉമ്മ 2-3 ദിവസം മുന്നേ എന്നെ കണ്ടു. ആ ഉമ്മ വളരെ സങ്കടത്തിലായിരുന്നു. എനിക്കറിയുന്ന ഉമ്മയായതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ സുഖം തന്നെ എന്ന് ചോദിച്ചു. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ആ ഉമ്മക്ക് എന്തൊരു വിഷമമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ഉമ്മ ജീവിതമല്ലേ എങ്ങനെയാ? അപ്പോൾ പറഞ്ഞു, ഒന്നും പറയണ്ട മോനെ, വളരെ സങ്കടത്തിലാണ് ഞാനുള്ളത്.
ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് മനസ്സമാധാനം കിട്ടും. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? ഉമ്മ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ, എൻ്റെ മകൻ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഒരു കുട്ടിയുമുണ്ട്. അവനെ ഇപ്പോൾ ഭാര്യ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടാണ് ഉള്ളത്. അതുമാത്രമല്ല, ഒരു കേസുമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഈ ഉമ്മ വാടക വീട്ടിലാണ് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഉമ്മയുടെ മകൻ കല്യാണം കഴിച്ച പെണ്ണിനും വീടില്ല, വാടകക്കാണ് താമസിക്കുന്നത്. 2 കുടുംബങ്ങളും വാടകക്കാണ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, ഒരു കുട്ടിയുണ്ട്. ചെറിയ ജോലിയാണ് അങ്ങ് ദുബായിൽ. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ജോലിക്ക് ചെറിയ ശമ്പളത്തിൽ അവർ ജീവിക്കുന്നതാണ്. ഈ മകന്റെ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ചെറുതായി വിഷമത്തിലാണ് ഈ ഉമ്മ. സാധാരണ മകൻ ചെലവിന് കൊടുക്കുന്നതൊക്കെ കുറഞ്ഞു. അതുവരെ നല്ല രീതിയിൽ കുടുംബം നോക്കിയ മോനായിരുന്നു. ആ മോൻ ഉമ്മയെ നോക്കാത്തത് കൊണ്ടല്ല, അവന് ഇവളുടെ ചെലവുമായി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഭയങ്കരമായ ആർഭാടമുള്ള ജീവിതം. ഇവൻ ഗൾഫിൽ നിന്നും വന്നാൽ എന്താണ് പറയുക, അടിച്ചു പൊളിച്ച് ആ പൈസ അങ്ങനെ കാലിയാക്കും. ഒരു മാസമാണെങ്കിൽ ഒരു മാസം കാറൊക്കെ വാടകയ്ക്കെടുത്ത് അങ്ങനെ ലാവിഷായുള്ളൊരു ജീവിതം. ഇവിടെ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ മകൻ അറിയാം. എൻ്റെ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഉമ്മാനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ആ മോനുണ്ട്. പക്ഷെ ഇവള് അതിന് സമ്മതിക്കുന്നില്ല. ഉമ്മയുടെ കാര്യം പറയുന്നത് പോലും ഈ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. 2 പേർക്കും സുഖമായി സാധാരണ രീതിയിൽ ജീവിക്കാനുള്ള ജോലിയാണ് അവന്. പക്ഷെ ഇവളുടെ ആർഭാടമായുള്ളൊരു ജീവിതം വളരെ വിഷമത്തിലായിരുന്നു. എന്നാലും പ്രശ്നമില്ല, കുട്ടിയായി 3 വർഷമായി. ഞാനിത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു കഴിഞ്ഞ മാസം അവൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കുറച്ച് ദിവസമായിട്ട് ഇവൻ ഉമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഭാര്യ വീട്ടിൽ പോകുന്നതേ കാണുന്നില്ല. 2 ആഴ്ചയോളമായി ഭാര്യ വീട്ടിൽ പോകാതെ ഇവൻ ഉമ്മയുടെ കൂടെ തന്നെ താമസിക്കുന്നു. അങ്ങനെ സംഭവം തിരക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഭാര്യ അവിടെ നിന്നും ഇവനെ പുറത്താക്കി ആട്ടി ഓടിച്ചത്രേ. ആ ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭാര്യ എന്തിനാ അടിച്ചിറക്കിയേ? ഇത് ഭയങ്കരമായ ഒരു കഥയാണ് കേട്ടാ. ഇവൻ ഗൾഫിൽ പോയ സമയം ഇവർ വാടക വീട്ടിലാണല്ലോ കഴിയുന്നത്. ആ ഒരു സമയം കൊണ്ട് ഇവരൊക്കെ കൂടി ഒരു വീടുണ്ടാക്കി. നല്ല അതിഗംഭീരമായ വീട്. വാടക വീട്ടിൽ കഴിയുന്ന ഇവര് അതിഗംഭീരമായ വീട് പണിതു. വീട് പണിയുന്ന കാര്യമൊക്കെ ഈ പാവം ചെറുക്കൻ അറിയാം. പക്ഷെ ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് അവനറിയില്ല. അവൻ നാട്ടിൽ വന്നപ്പോൾ അതിഗംഭീരമായ വീട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഭാര്യ ഈ സംഭവം പറയുന്നത്. എന്ത്? ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 പുതിയാപ്പിളുണ്ട്. അവർ 2 പേരും കൂടി ഈ ലോൺ അടച്ചു തീർക്കണം. ഈ കാര്യം ഇവനോട് പറയാതെയാണ് ഈ ഭാര്യ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് എത്ര പൈസയാണ് ശമ്പളം, ഇത് ഇവനിക്ക് സാധിക്കുമോ എന്നൊന്നും ഇവള് നോക്കിയില്ല. ഇവന്റെ ഭാര്യ ഒരു ദിവസം ഇവനോട് പറയാ, ഒരു 20,000 രൂപ എനിക്ക് വേണം ലോൺ അടക്കാൻ. അപ്പൊ അവൻ ചോദിച്ചു, എന്ത് ലോൺ? എനിക്ക് ലോണൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഈ ബംഗ്ലാവ് പോലത്തെ വീട്ടിൽ വെറുതെ നിൽക്കാന്ന് കരുതിയോ? ഇത് ലോൺ എടുത്തുണ്ടാക്കിയ വീടാണ്. ഇതിന്റെ ഒരു വീതമായി നിങ്ങൾ 20,000 രൂപ മാസത്തിൽ അടക്കണമെന്ന്. ഇവനാണെങ്കിൽ ആകെ 30,000 രൂപ ഇവന് ശമ്പളമുള്ളൂ. ഉമ്മയെ നോക്കണം, ചിലവ് നോക്കണം. ഉമ്മക്ക് പോലും സ്വന്തം വീടാക്കാൻ ഇവനക്ക് പറ്റിയില്ല. ഇവൻ ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞു, ഇതെനിക്ക് പറ്റില്ല. എൻ്റെ ഈ ഒരു ശമ്പളം കൊണ്ട് 20,000 രൂപയും ചിലവും നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ വാടകയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയുടെ കൂടെ നിൽക്കാം. അതിനൊന്നും അവൾ തയ്യാറല്ല. എടുത്തിടുമ്പോൾ അവൾ പറയാ, ഇറങ്ങടാ പുറത്ത്, നിനക്ക് ഇതിനൊന്നും പറ്റില്ലെങ്കിൽ ഇറങ്ങടാ പുറത്ത് എന്ന് പറഞ്ഞു. ആ പാവം സാധുവായ മോന് വളരെ സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ പൊന്നുമോന് ഒരു ഉമ്മം കൊടുത്ത് അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെയാണ് 2 ആഴ്ചയോളം ഇവിടെ തങ്ങുന്നത് ഉമ്മയുടെ കൂടെ. എന്താ, അതൊരു പെണ്ണ് തന്നെയാണോ? നിനക്ക് ഇതിനൊന്നും പറ്റില്ലെങ്കിൽ ഇറങ്ങടാ പുറത്ത് എന്നാ പറഞ്ഞേ. എനിക്ക് ആ ഒരു വാക്കാണ് വല്ലാതെ വേദനിപ്പിച്ചത്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഒരു ഭർത്താവിനോട് ചോദിക്കാതെ ഒരു പെണ്ണ് അവളുടെ ഇഷ്ടം പോലെ ചെയ്യുക, എന്നിട്ട് അത് കൊടുക്കാതെ വരുമ്പോൾ ഇറങ്ങടാ പുറത്ത്. അങ്ങനെ അവൻ ഉമ്മയുടെ കൂടെയാണ് കഴിയുന്നത്. അവനാണെങ്കിൽ ആ മോനെ ഭയങ്കര ഇഷ്ടമാണ്.
ആ കുട്ടിയെ കാണാതെ വല്ലാതെ സങ്കടത്തിലാണ്, ഭക്ഷണം പോലും കഴിക്കാതെ. അവൻ്റെ നെഞ്ചത്താണത്രേ ആ പൊന്നുമോന് കിടന്നുറങ്ങാറ്. സംഭവം അതൊന്നല്ല രസം. ഉമ്മ കണ്ണ് കലങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം അതൊന്നല്ല. ഈ 2-3 ആഴ്ച ഇവൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവന്റെ ഭാര്യ എന്താ ചെയ്തെന്നറിയോ? ആരുടെ ഒരു വിസയും എടുത്ത് അങ്ങ് ദുബായിലേക്ക് പോയി ജോലിക്ക്. ഒരു ഭർത്താവ് അറിയാതെയാണ് ദുബായിലേക്ക് ജോലിക്ക് പോയത്. ഭർത്താവ് അറിയുന്നത് മറ്റാരോ പറഞ്ഞിട്ട്. ആ ഒരു പെണ്ണിന്റെ തൻ്റെ ഇടം ഒന്ന് നോക്കിയേ. ഇത് കഥയല്ല, 2 ദിവസം മുന്നേ ഒരു ഉമ്മ പറഞ്ഞ സംഭവമാണിത്. എനിക്കാകെ അതിശയമായി പോയി. ഞാൻ ചോദിച്ചു, അവനറിയാതെ പോയോ? ആ മോനെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൾ അവിടുന്ന് ഇവന് വക്കീൽ നോട്ടീസ് അയച്ചു. വിവാഹബന്ധം വേർപ്പെടുത്താൻ. എത്ര നിസാരം. എല്ലാം പെട്ടെന്നായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറയുന്നു, ഉമ്മ പറഞ്ഞ് ഉമ്മയോടെ കൂടെ നിൽക്കാം. എന്നാലും മാതാവ് ഉണ്ടായാൽ മാതാവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും വിടുക, അല്ലേ? വിവാഹമോചനത്തിനുള്ള നോട്ടീസിൽ കുറച്ചൊക്കെ നിബന്ധനകളുമുണ്ട്, ഇവനിക്ക് പാലിക്കാൻ പറ്റാത്ത നിബന്ധനകൾ. അതാണ് വല്ലാത്തൊരു വിഷമായി പോയത്. ഈ ഒരു പാവപ്പെട്ട കുടുംബം ഇതെങ്ങനെ കൊടുക്കും? ചെറിയൊരു വാടക വീട്ടിൽ കഴിയുന്ന ഉമ്മയും മകനും ഒരു അനുജത്തിയുമാണ്. ഇവൾക്ക് നഷ്ടപരിഹാരമായി 2 ലക്ഷം രൂപയും മാസാമാസം 20,000 രൂപ ഇവൾക്ക് ചിലവിനും. ആ ഒരു ധർമ്മസങ്കടത്തിലാണ് ആ ഉമ്മ ഇപ്പോൾ ഉള്ളത്. എൻ്റെ മകൻ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊരു പേടി ആ ഉമ്മക്കുണ്ട്. ഈ 2 ലക്ഷം രൂപ ഞാൻ എവിടുന്നാ മോനെ കൊടുക്കണ്ടേ? ഈ 20,000 രൂപ എൻ്റെ മോൻ മാസാമാസം ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊരു ചോദ്യമായിരുന്നു എന്നോട്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഉമ്മയെ സമാധാനിപ്പിക്കാനുള്ള മറുപടി എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. അവളായിട്ട് വേണ്ടെന്ന് വെച്ച ബന്ധം അതിന് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വരുന്നത് പാവം ഈ ചെറുപ്പക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ജീവിത കഥയായതുകൊണ്ട് തന്നെ ഇതിന് ക്ലൈമാക്സ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. ജീവിതത്തിൽ പരാജയപ്പെടാതെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ പടച്ച റബ്ബ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.